ഹലോ ഗായ്സ്, വെൽക്കം ടു ദ ചാനൽ. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന തമിഴ്നാട്ടിലാണ്. അപ്പോൾ ഞാൻ സോളോ റൈഡ് ആയിട്ടല്ല വന്നത്. അപ്പോൾ ഇവിടെ ഒരു ഫങ്ഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ ഫാമിലി എല്ലാവരും ഉണ്ട്. അതോടൊപ്പം അപ്പോൾ ഇവിടെ ബേസിക്കായിട്ട് കുറച്ച് വ്യൂ പോയിൻറ്റും കുറച്ച് പഴയ ക്ഷേത്ര കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ പറയുന്നതൊക്കെ എല്ലാം ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതുപോലെ മെയിനായിട്ട് മാർക്കറ്റ് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്ത് മുന്നോട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം ആരെങ്കിലും കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ മറക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തൊരു ബെല്ല് എനേബിൾ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത ട്രാവലിംഗ് നമ്മൾ അടുത്ത മാസം കാണത്തില്ല, അതിൻ്റെ അടുത്ത മാസമായിരിക്കും. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോ പറയാം. ഓക്കെ. ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട്ടിലെ കമ്പം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതായത് നമ്മൾ കൊല്ലത്ത് കമ്പോളം എങ്ങനെയാണോ അതിൻ്റെ ഒരു ഇരട്ടി തന്നെ വേണമെങ്കിൽ പറയാം. ഇവിടെ ഇല്ലാത്ത സാധനങ്ങളൊന്നും തന്നെ ഇല്ല. അതോടൊപ്പം നമ്മൾ ഈ ഒരു ജംഗ്ഷനിൽ നിന്ന് കുറച്ചും കൂടി ഒരു ലെഫ്റ്റ് തിരിഞ്ഞ് പോകുമ്പോൾ നമ്മൾ അവിടെ തന്നെ ബൈക്കിൻ്റെ, അതായത് സെക്കൻഡ് ഹാൻഡ് ബൈക്കിൻ്റെ കളക്ഷൻസ് ഇഷ്ടം പോലെ തന്നെ ഉണ്ട്. നമുക്കിതിനകത്ത് ഫുള്ളും ക്ലിയറായിട്ട് എടുക്കാൻ പറ്റില്ല. നമ്മൾ ഒരു ദിവസം ക്ലിയറായിട്ടൊരു വീഡിയോ എടുക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. അവിടെ നിന്ന് ഇറങ്ങി ഉടനെ അടുത്ത് നമ്മൾ നേരെ ബേക്കറി കയറിയത്. അപ്പോൾ നമുക്ക് കുറച്ച് ദൂരം പോകാനുള്ളതുകൊണ്ട് നമ്മൾ ജസ്റ്റ് അവിടെ നിന്ന് ഒരു ചായയും അതുപോലെ പപ്സും മേടിച്ച് കഴിച്ച് അപ്പോൾ അവിടെ നമ്മൾ നേരെ ഇറങ്ങിയത്. അപ്പോൾ ഇവിടെ ഈ വരുന്ന നമ്മൾ ബൈപ്പാസ് റോഡ് തന്നെയാണ്. ഇവിടെ നേരെ കുറച്ചും കൂടി ദൂരം പോകണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിതിനകത്ത് പോകുമ്പോൾ തന്നെ നല്ല വ്യൂ പോയിൻ്റ് എല്ലാം ഉണ്ട് ഇതിനകത്ത് തന്നെ. അതോടൊപ്പം കൃഷിപ്പാടങ്ങളാണ് കൂടുതലും. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് ഫുഡ് പുറത്തുനിന്ന് തന്നെ കഴിക്കാൻ പോവാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി. ഇവിടുന്ന് നമുക്കൊരു ബൈപ്പാസ് ഉണ്ട്. ബൈപ്പാസ് കഴിഞ്ഞ ഉടനെ അവിടെ ഹോട്ടലെല്ലാം ഉണ്ട്. അപ്പോൾ അവിടെ നോക്കിയിട്ട് നമുക്ക് എന്താ ഫുഡ് നോക്കിയിട്ട് കഴിക്കാം. ഓക്കെ. നമ്മൾ ബൈപ്പാസ് കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് കൂടുതലും പെട്ടിക്കടകളാണ് ഉള്ളത്. അപ്പോൾ അതിനകത്തുനിന്ന് പറയുമ്പോൾ നമുക്ക് ഈ രാത്രി സമയങ്ങളിൽ സൂപ്പും അതേപോലെ ഈ എന്തോ പറയുന്നത് നമ്മൾ ഈ മീനൊക്കെ ഉണ്ടല്ലോ, മീനെല്ലാം അവർ ക്ലീൻ ചെയ്ത് അതിനകത്ത് മുളകുപൊടിയെല്ലാം സെറ്റ് ചെയ്ത് വെക്കും. നമ്മൾ പറയുന്ന ഫിഷ് അവർ ഇത് ഫ്രൈ തരും. നമുക്ക് അവിടെ നിന്ന് തന്നെ കഴിക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ അവർ പാക്ക് ചെയ്ത് തന്നെ തരും. അപ്പം പൊതുവേ ഈ ഒരു കമ്പം കഴിഞ്ഞിട്ടുള്ള ഈ അകത്തുള്ള സിറ്റിയിലാണിത്. അപ്പോൾ ഇതിനകത്ത് അതേപോലെ നമ്മൾ ഒരു ഫാമും കൂടി നമ്മൾ വിസിറ്റ് ചെയ്തായിരുന്നു. പക്ഷേ സ്റ്റോക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വീഡിയോ എടുത്തില്ല. പക്ഷേ നമ്മൾ ചോദിച്ചപ്പം അവർ പറഞ്ഞത് അടുത്ത വീക്ക് ഫിഷിൻ്റെയൊക്കെ സ്റ്റോക്ക് വരത്തുള്ളൂ എന്നാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെയായാലും അടുത്ത മാസം ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഇനിയിപ്പോൾ ഇങ്ങോട്ട് വരാനുള്ള പ്ലാനിങ് ഉള്ളു. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു ഇഡലിയുടെ ഒരു കടയുണ്ട്. ഇവിടെ ഇതേപോലെ തന്നെ ഒരു 10 കാണും നമ്മൾ ഈ ഒരു റോഡിൽ കൂടെ പോകുമ്പോൾ തന്നെ. അതേപോലെ ഇതിന് തൊട്ടടുത്ത് ഒരു പാനിപ്പൂരിയുടെ ഒരു കടയുണ്ട്. ഇതേപോലെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ, ചെറിയ ചെറിയ പെട്ടിക്കടകൾ നമുക്ക് വഴി പോകുമ്പോൾ തന്നെ കിട്ടാം. അതേപോലെ നമ്മൾ ഈ എന്തുവാ
കഴിക്കട്ടെ കഴിക്കട്ടെ. നമ്മളൊരു കുറച്ച് ദൂരം പോകുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ വണ്ടിയിലെ TVSനകത്ത് നമ്മൾ പോവാണ്. വണ്ടി കണ്ടീഷൻ കുറച്ച് ഇതാണ്, എങ്കിലും കുഴപ്പമില്ല, നമുക്ക് പോവാം.